ഫ്രണ്ട്സ്, ഞങ്ങൾ 8 പേര് കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 8 പേര് ഇൻറ്റിബിഷ് ഹെർബൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സ്റ്റാഫുകളാണ്, പാക്കിംഗ് സ്റ്റാഫുകളാണ്. ഞങ്ങൾ 8 പേര് കൂടി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹെർബൽസ് എയ്ഡ്സ് എന്നാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോളജ് സിറ്റിക്ക് അടുത്തായിട്ടാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം വരുന്നത്. ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടി ടൈം ആയി 8:30 കഴിഞ്ഞു. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോവാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 9 മണി മുതൽ 5 മണി വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം. ഞങ്ങളുടെ ഓഫീസ് എത്താനായി. ഇത് ഞങ്ങളുടെ മുന്നിലുള്ള ഓഫീസാണ്. ഞങ്ങൾക്ക് 2 ബിൽഡിങ്ങാണുള്ളത്. ഇത് ഫ്രണ്ട് ഓഫീസും ബാക്കിൽ ഹെർബൽസിൻ്റെ ഓഫീസുമാണ്. ഞങ്ങൾ ഹെർബൽസിൻ്റെ ആ റോഡ് തിരിഞ്ഞു ബാക്കിലേക്ക് ഹെർബൽസിൻ്റെ ഓഫീസിലേക്ക് എത്താറായി. ഇതാണ് ഞങ്ങളുടെ ഇൻറ്റിബിഷ് ഹെർബൽസ് എന്ന് പറയുന്ന ഓഫീസ്. ഞാനും റജില എന്ന് പറയുന്ന ആളും കൂടിയിട്ടാണ് ഇപ്പോൾ രാവിലെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഓഫീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങളെ കാണുന്നത്, സൈഡിൽ കാണുന്നത് ഒരു കുഞ്ഞി കിണറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസാണ് ഈ കാണുന്നത്. സാറുമാരൊന്നും ആരും എത്തിയിട്ടില്ല, കാരണം നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓഫീസ് മുൻഭാഗത്ത് കാണുന്ന സാറുമാരൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളുടെ ഏരിയ ആണിത്. നമ്മൾ 8 സ്റ്റാഫുകളുടെ നമ്മളുടെ ഏരിയ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളുടെ കളിക്കളം. ഇത് നമ്മളുടെ കുടിവെള്ളം. ആദ്യം തന്നെ വെള്ളം കാണിക്കാം അല്ലേ. ഇത് നമ്മളുടെ കുടിവെള്ളം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നാൽ അവിടെ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറാണ്. ഇവിടെയാണ് നമ്മളെല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നന്നായി കഴുകി ഉണക്കി വെയിലത്തിട്ട് നല്ലോണം ഉണക്കി അത് പാത്രങ്ങളിലാക്കി എടുത്തു വയ്ക്കും. ആവശ്യാനുസരണം നമ്മൾ ത്രാസിലിട്ട് തൂക്കി അത് നമ്മൾ ഉപയോഗിക്കും. അതിനുള്ളൊരു ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതിൻ്റെ ഓരോരോ മെഷീനറീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ എണ്ണ തൈലമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്റ്റോറേജ് ആണ്, സാധനങ്ങളാണ് കാണുന്നത്. ഇത് നമ്മളുടെ കിച്ചൺ. ഇതാണ് നമ്മളുടെ കിച്ചൺ. നമ്മൾ ലേഡീസ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു കിച്ചൺ വേണമല്ലോ അല്ലേ. നമ്മളുടെ കിച്ചൺ ഏരിയ ആണത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നാൽ ഒക്കെ പൗഡറിങ് ഏരിയ, അതായത് നമ്മളെ മില്ല് കാര്യങ്ങൾ, തറിമരുന്ന് കാര്യങ്ങളും ഒരുപാടുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ പൊടിച്ച് നമ്മൾ മില്ലിലിട്ട് നല്ലോണം പൊടിച്ച് റെഡിയാക്കി ഇതിലിട്ടത് അരിച്ച് നല്ല ഫിനിഷിംഗ് ആക്കി ഇങ്ങെടുക്കും. ഇതാണ് നമ്മളുടെ അരിക്കണ പാത്രം. ഇത് നമ്മളുടെ പൊടിച്ചതൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കണ മെഷീനാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നാൽ ഇത് നമ്മളുടെ ഗുളിക ഉരുട്ടണ യന്ത്രമാണ്. നമ്മൾ പിന്നീട് ഒരവസരം ഗുളിക ഉരുട്ടുന്നതൊക്കെ കാണിക്കും. ഇത് നമ്മൾ ഗുളികയൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കിയിടുന്ന ഭാഗമാണ്. ഇതിലൊക്കെ നമ്മളെല്ലാ ട്രയലും ഗുളികകൾ, പലതരം ഗുളികകൾ ഉണ്ടാക്കി അതിൽ ഉണക്കി പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ പാക്കിംഗ് ഏരിയ. ഇവിടെയാണ് എല്ലാ മരുന്നും കൊണ്ടുവന്ന് നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. വഴിയെ ഓരോ വീഡിയോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത് തന്നെ വരുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.